എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് അല്ലേ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, ഏറ്റവും കൂടുതൽ ശത്രുദോഷക്കാട്ടിയും കൂടുതൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ആഭിചാര ദോഷങ്ങൾ, നെഗറ്റീവപരമായ ഇത്, അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതായത് നമ്മുടെ ജോലിയിൽ ശത്രുക്കളുടെ ദോഷം കൊണ്ട് തടസ്സം ഉണ്ടാകുന്നു. നമ്മുടെ കർമ്മത്തിൽ നിൽക്കുന്ന ശത്രുദോഷങ്ങളെല്ലാം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. അഹോര സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഏറ്റുമാനൂർ മഹാദേവൻ. അതായത് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു ക്ഷേത്രം കൂടെയാണ് മഹാദേവ ക്ഷേത്രമാണ്. ഭഗവാൻ പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് ഏറ്റുമാനൂരപ്പൻ ഇരിക്കുന്നത്. കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോയവരുമാണ്. അപ്പോൾ ഈ ശത്രുദോഷത്തിന് ചെയ്യേണ്ട പരിഹാരമുണ്ട് ഏറ്റുമാനൂർ. അപ്പോൾ ഈ ശത്രുദോഷം മാറാൻ വേണ്ടി നമുക്ക് പല രീതിയിലുള്ള ശത്രുക്കൾ ചെയ്തു വെച്ചിട്ട് കാണാം. അതായത് ആഭിചാരം ഉണ്ടാകാം, കൗളാചാരം ഉണ്ടാകാം, മന്ത്രവാദങ്ങൾ, അതുപോലെ അറബിക് മാന്ത്രിക ദോഷങ്ങൾ, നമ്മുടെ ജോലിയിലുള്ള തടസ്സങ്ങൾ, വിവാഹത്തിലുള്ള തടസ്സങ്ങൾ. നമ്മൾ മിക്ക ആൾക്കാരും പറയും, അതായത് തിരുമേനി എൻ്റെ ജാതകം നല്ലതാണ്, പക്ഷേ എനിക്ക് ജാതകത്തിലെ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ശത്രുദോഷങ്ങളാണ്, ഒത്തിരി പൈസകൾ മുടക്കി, ഒത്തിരി പൂജകളൊക്കെ ചെയ്തിട്ട് ഈ ശത്രുദോഷം മാത്രം മാറുന്നില്ല, ഇനി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നൊക്കെ പല ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ലളിതമായ രീതിയിൽ തന്നെ മഹാദേവൻ്റെ ഭക്തി നില നമുക്ക് ശത്രുദോഷത്തിനുള്ള പരിഹാരം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും നമ്മൾ അവിടെ പോയി ഈ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ശത്രുദോഷം തീർച്ചയായിട്ടും ഏൽക്കത്തില്ല. നമ്മൾ എത്രത്തോളം ഭക്തിയിൽ ഭഗവാനെ വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്ന അത്രയും തടസ്സങ്ങളും ദോഷങ്ങളും മഹാദേവൻ നമുക്ക് മാറ്റിത്തരും. ഇത് ഞാൻ തിരുമേനി പറഞ്ഞ് ഏറ്റുമാനൂരുണ്ട് വെച്ചേക്കാം, അങ്ങനെ ചിന്തിക്കരുത്. ഞാനിവിടെ വന്ന് ശത്രുദോഷത്തിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മഹാദേവൻ എല്ലാ വഴികളും തുറന്നത് എന്നൊരു വിശ്വാസത്തോട് വേണം നമ്മൾ ഈ കാര്യം ചെയ്യാൻ. എനിക്കുള്ള അറിവ് ഞാൻ യൂട്യൂബിലൂടെ ഭക്തജനങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഭക്തജനങ്ങൾ നിങ്ങളുടെ വിശ്വാസപൂർവ്വം ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ തന്നെ, ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണെങ്കിൽ ഒരു ആൾരൂപം മേടിക്കുക. ഈ ആൾരൂപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവുകളെ ക്യാച്ച് ചെയ്യാനുള്ളൊരു പവർ ഈ വെള്ളിയുടെ ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ സയൻസും ഉണ്ട്, ക്ഷേത്രങ്ങളിൽ ആൾരൂപം സമർപ്പിക്കാൻ പറഞ്ഞത്. കഠിനമായ ദോഷം, അതായത് നമ്മുടെ ആത്മാവ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെറ്റിക്കാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നെറ്റിക്ക് ചന്ദ്രൻ തൊടുന്നത്. അതായത് മനസ്സിലായല്ലോ, പെരുകത്തിൻ്റെ രണ്ട് മധ്യത്തിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെയും നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി നമ്മൾ ആദ്യമേ അവിടെ ഭഗവതിയുണ്ട്, ഭഗവതിയെ തൊഴുക. അത് കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ തന്നെ യക്ഷിയമ്മയുണ്ട്, യക്ഷിയമ്മയോട് പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു ആൾരൂപം എടുക്കുക. ഈ ഒരു ആൾരൂപം എടുത്തിട്ട് നമ്മുടെ നെറ്റി വെച്ചിട്ട് ഒരു തവണ കറക്കുക. ഒരു തവണ കറക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് കൈയും താഴെ പോലെ ചുരുട്ടി പിടിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞേക്കണം. പറഞ്ഞിട്ട് ആദ്യമേ നമ്മളൊന്ന് വലത്ത് വെക്കുക. വലത്ത് വെക്കുമ്പം അവിടെ പുറകിൽ പാർവതി ദേവിയുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്. തൊഴുത് വീണ്ടും നമ്മൾ തിരിഞ്ഞ് വന്നിട്ട് ശാസ്താവിനെയും തൊഴുത്, അപ്പം നമ്മുടെ ഈ ആൾരൂപം കയ്യിലിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആൾരൂപം ഇലക്കകത്ത് ഭഗവാന്റെ നടയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ അവിടെ ധാര, നമ്മുടെ പേരിലും നക്ഷത്രത്തിലും ജലധാര ഒരെണ്ണം എഴുതിപ്പിക്കുക. ഈ ജലധാര കണ്ടു തൊഴുത് അതിൻ്റെ തീർത്ഥവും മേടിച്ച് നമ്മുടെ ദേഹത്ത് തെളിക്കുമ്പോഴത്തേക്ക് നമ്മളെ ബാധിച്ചിരിക്കുന്ന കർമ്മപരമായ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ജോലിയിലുള്ള തടസ്സങ്ങളും മംഗല്യ തടസ്സങ്ങളും എല്ലാ വിഘ്നങ്ങളും, അതായത് ശത്രുക്കൾ നമുക്ക് ഏത് രീതിയിലാണോ പണി തന്നേക്കുന്ന ആ പണിയൊക്കെ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞു തന്നേക്കുന്നത്. അല്ല, ഇത് ഭക്തിപൂർവ്വം മഹാദേവൻ്റെ അടുത്ത്, അതായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പിറ്റേ ദിവസം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലിയൊരു മാറ്റമായിരിക്കും മഹാദേവൻ നമുക്ക് തരുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞു തരുന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസപ്രകാരം ഈ വഴിപാട് ചെയ്യുമ്പോൾ അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ജലധാര എഴുതുക. ജലധാര ചെയ്തിട്ട് ആ ജലധാരയുടെ തീർത്ഥവും മേടിച്ച് നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിക്കുക. ആ ജലധാര ഒന്ന് കുടിക്കുക. അപ്പം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവപരമായ ദോഷങ്ങളും രോഗദുരിതങ്ങളും എല്ലാം മാറി നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ ഏറ്റുമാനൂർ പോകുന്ന ഭക്തജനങ്ങൾ ഇതൊക്കെ ചെയ്യുക. ദൂരെയുള്ളവർ ഏറ്റുമാനൂർ
പോകാത്ത ഭക്തജനങ്ങളാണെങ്കിൽ പടിഞ്ഞാട്ടുള്ള ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്താൽ മതി. സെയിം ഫലം തന്നെയായിരിക്കും ഉള്ളത്. പിന്നെ ഏറ്റുമാനൂർ പോയി ചെയ്യുന്ന നിർബന്ധമാണെങ്കിൽ അവിടെ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ പടിഞ്ഞാട്ടുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക.